എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകം 21 പദ്യം മുതലാണ് നമ്മൾ ഇന്ന് ചർച്ച ആരംഭിക്കുന്നത്. ഈ ജഗത്തിന് അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ നിലനിൽപ്പേ ഇല്ല എന്ന് 20ാം പദ്യത്തിൽ നമ്മൾ വ്യക്തമായി ചർച്ച ചെയ്തുറപ്പിച്ചു. പ്രപഞ്ചമായി കാണപ്പെടുന്ന നാമരൂപ ദൃശ്യങ്ങളിലെല്ലാം വസ്തു ബോധം മാത്രം. ബോധം, രൂപം, നാമം, ഇതാണ് ഈ കാണുന്നത്. രൂപവും നാമവും ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. വസ്തു സർവത്ര ബോധം മാത്രം. അപ്പോൾ ഒരു സത്യാന്വേഷി, സത്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഈ വസ്തുത ധരിച്ച് സർവവും ബോധമയമെന്ന് ഉള്ളിലുറപ്പിക്കണം. ബോധമയം എന്ന് വെച്ചാൽ ബ്രഹ്മമയം, സർവം ബ്രഹ്മമയം. ഇതുറയ്ക്കും തോറും ഉള്ളിൽ മറമാറി ആനന്ദസ്വരൂപമായ ആത്മാവ് തെളിയും. സകലരും സദാ യത്നിക്കുന്നത് ഈ ആത്മാനന്ദം അനുഭവിക്കാനാണ്. ആനന്ദമാണ്, സുഖമാണ് ഏത് ജീവിയുടെയും ഏത് ചലനത്തിന്റെയും ലക്ഷ്യം. സുഖം അതാരും നിഷേധിക്കില്ലല്ലോ. എന്തിന് കർമ്മം ചെയ്യുന്നു? സുഖം വേണം. എന്തിന് എന്തും ചെയ്യുന്നു? സുഖം. സുഖം വേണം. പലരുടെയും വിചാരം ഈ സുഖം പുറത്തിരിക്കുന്നു എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. സുഖം നമ്മുടെയൊക്കെ ആത്മാവായി വർത്തിക്കുന്ന ശുദ്ധ ബോധത്തിന്റെ മാത്രം സ്വരൂപമാണ്. മറ്റൊരിടത്തും സുഖമില്ല. അതല്ലേ സച്ചിദാനന്ദം. ആനന്ദമാണ് ബ്രഹ്മം, നമ്മുടെയൊക്കെ ആത്മാവ്. അപ്പോ ഉറുമ്പ് മുതൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ കർമ്മം ചെയ്യുന്നത് ആനന്ദം കിട്ടാനാണ്. എങ്ങനെ? ഉള്ളിലിരിക്കുന്ന ആനന്ദം മറമാറി തെളിഞ്ഞ് കിട്ടണം. ആനന്ദം ഉള്ളിലിരിക്കുന്നു. സകല ജീവികളുടെയും ഉള്ളിൽ ഈശ്വരൻ, ആനന്ദം. ഇന്ന് പല തരം മറകൾ നിമിത്തം അനുഭവപ്പെടുന്നില്ല. ഭേദചിന്തയും രാഗദ്വേഷവും. മനസ്സൊന്ന് ഏകാഗ്രപ്പെട്ടാൽ ഇതനുഭവപ്പെടും. ഈ ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ് ശ്രമം. കൃത്രിമമായി മനസ്സിനെ ഒന്ന് ഏകാഗ്രപ്പെടുത്തി ആനന്ദിക്കാനുള്ള ശ്രമം. ഏത് ശ്രമവും ഈ ആനന്ദം അനുഭവിക്കാനാണ്. ഒരാൾ പാട്ട് കേൾക്കുന്നു. പലരുടെയും വിചാരം പാട്ടിൽ സുഖമുണ്ടെന്നാണ്. പാട്ടിലെന്ത് സുഖമിരിക്കുന്നു? പാട്ട് കുറെ സുഖത്തെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. സുഖം അനുഭവിക്കുന്നത് ഉള്ളിലല്ലേ. പാട്ടെപ്പോഴാ ഉള്ളിലേക്ക് സുഖം കടത്തുന്നത്? പാട്ടെന്ത് ചെയ്യുന്നു? തൽക്കാലത്തേക്ക് മനസ്സിന് ഏകാഗ്രത നൽകുന്നു. നല്ല പാട്ട് കേട്ടിരിക്കുമ്പോ തൽക്കാലത്തേക്ക് ഭേദചിന്തകളില്ല, രാഗദ്വേഷങ്ങളില്ല, മനസ്സേകാഗ്രപ്പെടുന്നു, സുഖം അനുഭവിക്കുന്നു. ഒന്നും അറിഞ്ഞില്ല, നല്ല സുഖം. പാട്ട് തീർന്നു, ഏകാഗ്രതയ്ക്കുള്ള ഉപായം അവസാനിച്ചു. പഴയ രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും കയറി വന്നു. തൽക്കാലത്തേക്ക് ഈ പാട്ടിനെ ആശ്രയിച്ച് അവയെ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ധ്യാനം കൊണ്ട് ഒരു യോഗി തന്റെ മനസ്സിലെ രാഗദ്വേഷങ്ങളെ മാറ്റി നിർത്തുന്നത് പോലെ ഇവിടെ പാട്ട് കേട്ടിട്ടാണ്. ഇതുപോലെ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ പണം കിട്ടണം ആഗ്രഹം. പണം കിട്ടിക്കഴിയുമ്പോൾ ആ ആഗ്രഹം തീർന്നു. ഭാഗ്യച്ചിട്ട് കിട്ടണം ആഗ്രഹം. ഭാഗ്യച്ചിട്ട് കിട്ടിയെന്നറിയുമ്പോൾ ആ ആഗ്രഹം തീർന്നു. ആഗ്രഹം ആത്മാവിനെ മറച്ചിരിക്കുക. ആനന്ദസ്വരൂപമായ ആത്മാവിനെ മറച്ചിരിക്കുന്നു. പണം കിട്ടിയെന്ന് കേട്ടപ്പോ ആഗ്രഹം മാറി. പക്ഷേ നിരവധി പുതിയ ആഗ്രഹങ്ങൾ വന്നു കൂടുകയാണ്. അതോടുകൂടി ആത്മാവ് വീണ്ടും മറയുന്നു. ഇതുകൊണ്ടാണ് പാട്ട് കേട്ട് സുഖമനുഭവിക്കുന്നയാൾ പാട്ടന്വേഷിച്ച് നടക്കുക. എന്തിനാ? ആത്മാവിന് ഏകാഗ്രതയ്ക്ക്.
എല്ലാ സുഖത്തിന്റെയും രഹസ്യം. ദാമ്പത്യ സുഖം പോലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആത്മാവിനെ അനുഭവിക്കാനുള്ള ശ്രമമാണ്. ബൃഹദാരണ്യോപനിഷത്തിൽ യാജ്ഞവൽക്യൻ ഭാര്യ മൈത്രേയിയോട് പറയും, ജനകന്റെ സദസ്സിലെ ഋഷിയായിരുന്നു യാജ്ഞവൽക്യൻ, മഹാഗൃഹസ്ഥൻ, ധാരാളം പണവും ഉണ്ടാക്കി, 2 കല്യാണം കഴിച്ചു, കാത്യായനിയും മൈത്രേയിയും. ഒടുവിൽ അദ്ദേഹം സന്യസിക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആത്മവിചാരം ചെയ്ത് ആത്മാവിൽ ഉറപ്പുവന്നു, സർവം ബ്രഹ്മമയം ഉറപ്പുവന്നു. തന്റെ ചർച്ച തുടർന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ സന്യസിക്കാം. എന്തിനാ സന്യസിക്കുന്നത്? ലോകം കൂടി അറിയട്ടെ എന്റെ ബ്രഹ്മനിഷ്ഠ. ഞാൻ വെറും ഗൃഹസ്ഥനായി ഇങ്ങനെ ഇരുന്നാൽ ആളുകൾ വിചാരിക്കും ഇയാൾ ബ്രഹ്മനിഷ്ഠനല്ലെന്ന്. ലോകം അറിയട്ടെ എന്ന് വെച്ച് വിദ്വത് സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഭാര്യമാർക്ക് 2 പേർക്കുമായി സ്വത്ത് മുഴുവൻ വീതിച്ചു കൊടുത്തു. എനിക്കിനി ഇത് ആവശ്യമില്ല. അപ്പം മൈത്രേയി ചോദിച്ചു, ഈ സ്വത്ത് കൊണ്ട് എനിക്ക് അങ്ങക്ക് കിട്ടിയ ആത്മാവിനെ കിട്ടുമോ? യാജ്ഞവൽക്യൻ പറഞ്ഞു, ഒരിക്കലും കിട്ടില്ല, ഒരിക്കലും. പിന്നെയോ ആത്മാവിനെ അന്വേഷിക്കണം, ആത്മാവിനെ കണ്ടെത്തണം. അതിന് സ്വത്ത് ഉപകാരപ്പെടില്ല, പണം ഉപകാരപ്പെടില്ല. അവിടെ യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയുന്നു, അല്ലോ മൈത്രേയി, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിന്റെ സുഖത്തിനു വേണ്ടിയല്ല. ഭാര്യ തന്റെ ആത്മസുഖത്തിനു വേണ്ടി ഭർത്താവിനെ സ്നേഹിക്കുന്നു. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയുടെ ആത്മസുഖത്തിനു വേണ്ടിയല്ല, ഭർത്താവിന്റെ ആത്മസുഖത്തിനു വേണ്ടിയാണ്. ഇതെങ്ങനെ അറിയാം? തനിക്ക് ആത്മസുഖം തരുന്നില്ലെന്ന് വന്നാൽ ഏത് ഭാര്യയും പുറന്തള്ളപ്പെടും എന്ന് മാത്രമല്ല, ശത്രുവായി ഗണിക്കപ്പെടുകയും ചെയ്യും. ഇത് തന്നെയാണ് ഭർത്താവിന്റെയും സ്ഥിതി. തനിക്ക് ആത്മസുഖം തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് ഭാര്യയും ഭർത്താവിനെ ഉപേക്ഷിക്കും, ഭർത്താവിനെ ശത്രുവായി കരുതും. ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ പോലും മടിക്കില്ല. എന്താ കാര്യം? എന്റെ സുഖത്തിനവൾ തടസ്സമായി നിൽക്കുന്നു. അവൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിന് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി. ഇങ്ങനെ ഏത് സ്നേഹവും ആലോചിച്ച് നോക്കുക. പ്രിയ വസ്തു ആത്മാവാണ്. അവനവന്റെ ആത്മാവ് എന്താ? ആത്മാവ് സുഖസ്വരൂപമാണ്. സുഖമാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അച്ഛൻ മക്കളെ സ്നേഹിക്കുന്നത് മക്കൾക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയാണ്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛൻ പണമൊക്കെ ചിലവാക്കി മക്കളെ പഠിപ്പിക്കുകയാണ്. 1-2 പേര് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ കഷ്ടപ്പെട്ടവനെ പഠിപ്പിക്കുന്നു, വയസ്സുകാലത്ത് അവൻ എനിക്ക് ഉതകുമോ ഇല്ലയോ ഒന്നും ഒരു നിശ്ചയവുമില്ല. അപ്പോ വയസ്സുകാലത്ത് എനിക്ക് ഉതകണം, എനിക്ക് സുഖം തരണം, അതിനുവേണ്ടിയാണ് ഞാൻ തൽക്കാലം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അല്ലാതെ അവന് വേണ്ടിയല്ല. ഇതുപോലെ ഏത് ബന്ധവും സ്വന്തം ആത്മസുഖം മറമാറി തെളിയണം. ഇതാണ് ആഗ്രഹം. തെളിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, തെളിയണം. ഇതാണ് കുറെ കൂടെ താണലെവലിലേക്ക് വന്ന് ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ കുറെ കൂടെ മനസ്സിലാവുന്നത്. നമ്മൾ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വളർത്തുന്നു വീട്ടിൽ. എന്താ? പശുവിനെ വളർത്തുന്നു. എന്തിന്? പശുവിൽ സുഖിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണോ? എങ്കിലും സാർ അതിന് നമ്മൾ പുല്ലും വെള്ളവും ഒക്കെ കൊടുക്കുന്നില്ലേ? അത് ശരി, പുല്ലും വെള്ളവും കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് നമ്മെ സുഖിപ്പിക്കുമോ? നമുക്ക് സുഖം കിട്ടണം. നമുക്ക് സുഖം തരുന്നില്ല, വേണ്ടത്ര പാല് തരുന്നില്ല എന്ന് വന്നാൽ പശുവിനെ അറവശാലയിലേക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല. ആ ദുരിതം തീർന്നല്ലോ. അപ്പൊ പശുവിനെ എന്തിന് വളർത്തുന്നു? എനിക്ക് ആത്മസുഖം കിട്ടണം. ഗംഭീരമായ ഒരു ജീവിത രഹസ്യമാണിത്. പലരും അഭിമാനിക്കുന്നത് ഞാൻ അവരെയൊക്കെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നു. ഇവിടെ അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. ഈശ്വരനെ പോലും സ്നേഹിക്കുന്നത്
സ്വന്തം ആത്മസുഖത്തിന് അല്ലെങ്കിൽ ഈശ്വരൻ പുറന്തള്ളപ്പെടും. തീർച്ചയായിട്ടും യാജ്ഞവൽക്യൻ ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞു. കുറെ കൂടെ താഴോട്ട് വന്നാൽ അത്യന്തം സ്പഷ്ടം. ഒരാൾ പണത്തെ സ്നേഹിക്കുന്നു, പണം അല്പം സുഖിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണോ പണത്തെ സ്നേഹിക്കുന്നത്? തന്റെ ആത്മസുഖത്തിന് വേണ്ടി പണത്തെ സ്നേഹിക്കുന്നു. പണം ആത്മസുഖം തരുന്നില്ലെന്ന് വെച്ചാൽ ആ പണത്തെ ഉപേക്ഷിക്കാൻ ഒരു മടിയുമില്ല. എന്തിനാ ഇവിടെ ചില ക്ഷേത്രങ്ങളിലുമൊക്കെ കെട്ടുകണക്കിന് നോട്ട് കൊണ്ടിരുന്ന് അവിടുത്തെ ഭണ്ഡാരത്തിൽ ഇടുന്നത്? ഗുരുവായൂരും അതുപോലെ മറ്റ് പല ക്ഷേത്രങ്ങളിലുമൊക്കെ ഈ പണം കയ്യിലിരുന്ന് ദുരിതം അനുഭവിക്കുകയാണ്. ഒരു സ്വസ്ഥതയില്ല. എന്നാൽ കുറെ അവിടെ കൊണ്ടിട്ടേക്കാം. പണത്തിന് വേണ്ടി ആരും പണം സുഖിച്ചോട്ടെ. പണത്തിന് സുഖിക്കാൻ ഒക്കില്ലല്ലോ, ജഡമല്ലേ. അതെവിടെ സുഖിക്കാൻ പോകുന്നു? വീട് വയ്ക്കുന്നു, ഒന്നാന്തരം ഒരു മണിമാളിക കൊട്ടാരം. പാവം കൊട്ടാരം അല്പം സുഖിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണോ? എനിക്ക് ആത്മസുഖം കിട്ടണം, അത് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ കൊട്ടാരമൊക്കെ ഇടിച്ച് കളയും. ഈ സ്വിറ്റ്സർലൻഡിൽ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞൊരു ഫിലോസഫി ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ പണം കണ്ടമാനം, സുഖം മാത്രമില്ല. അപ്പോ അവരിപ്പോ സുഖിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഓരോ ആഴ്ചയും സുഖസാമഗ്രികളൊക്കെ മാറുക. ഒരു സ്വാമി അവിടുന്ന് വന്ന ആളെന്നോട് പറഞ്ഞത്, ആഴ്ച തോറും ഈ ഷോപ്പുകളിലൊക്കെ വലിയ തിരക്കാണ്. പുതിയ ഫാഷനിലുള്ള ഡ്രസ്സുകൾ വന്നിട്ടുണ്ട്, പുതിയ സാധന സാമഗ്രി വന്നിട്ടുണ്ട്, പഴയൊക്കെ അവർ വലിച്ചെറിയും. ഒരു കാറ് മേടിച്ചാൽ 6 മാസം, അത് കഴിഞ്ഞിട്ട് പുതിയ ഫാഷൻ കാറ് വന്നു. ഒരു കെട്ടിടം വെച്ചാൽ 1 വർഷം താമസിക്കും, അത് കഴിഞ്ഞ് പുതിയ ഫാഷനിലുള്ള കെട്ടിടം വയ്ക്കും. ഇതാണ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന ഫിലോസഫി. ഇതൊക്കെ എന്തിനാ? ആത്മസുഖം കിട്ടുന്നില്ല. അപ്പോ യാജ്ഞവൽക്യൻ ഒടുവിൽ പറഞ്ഞു, അപ്പോ ആത്മസുഖം എങ്ങനെ? അല്ലയോ മൈത്രേയി, ഈ പുറം വസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ട് ഒരിക്കലും സ്ഥിരമായ ആത്മസുഖം കിട്ടാനേ സാധ്യമല്ല. കൃഷ്ണൻ പറയുന്നു, ഏഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയവത്തെ ആദ്യന്തവന്ത കൗന്തേയ നേഷു രമതേ ബുദ്ധഃ. അല്പം സുഖമൊക്കെ ബാഹ്യവിഷയങ്ങൾ ആരംഭത്തിലൊക്കെ തന്നു വരും. പക്ഷെ അങ്ങോട്ട് ചെല്ലും തോറും അവ അത്യന്തം ദുഃഖകരങ്ങളായിത്തീരും. ഒന്നാമത് അവ അനുഭവിക്കാനുള്ള ശരീരത്തിന്റെ കരുത്ത് തന്നെ നഷ്ടപ്പെടും. ഇന്ദ്രിയങ്ങളൊക്കെ ദുർബലങ്ങളാവും. ഇന്ദ്രിയങ്ങൾ കൊണ്ട് വേണമല്ലോ ഭൗതിക സുഖം അനുഭവിക്കുക. കണ്ണ് നല്ല രൂപം കാണാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് കണ്ണ് രൂപദർശനത്തിൽ കൂടി സുഖിപ്പിക്കുക? അതൊക്കെ പോയി. അർജുന, ഏഹി സംസ്പർശജ ഭോഗാഃ, വിഷയങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള സുഖം ദുഃഖയോനയവത്തെ അന്വേഷിച്ച് ചെല്ലുന്തോറും അതിരറ്റ ദുഃഖമേ തരൂ. ആത്മാവിന്റെ മറ നീക്കാൻ ഒരു ഘട്ടം കഴിയുമ്പോൾ അവയ്ക്ക് കഴിവില്ല, അവയിൽ മനസ്സേകാഗ്രപ്പെടുന്നില്ല. ആദ്യന്തവന്ത കൗന്തേയ, ഒന്നാമതവയൊക്കെ ആരംഭവും അവസാനവും ഉള്ളതാണ്. ഉണ്ടാകുന്നു എന്ന് തോന്നും. ആ നിമിഷം മുതൽ പലതരം ദുഃഖങ്ങൾ, ജീർണിക്കൽ, ഒടുവിൽ ഇല്ലാതാവും. അതുകൊണ്ട് നേഷു രമതേ ബുദ്ധഃ, ഒരറിവുള്ള ആൾ ഒരിക്കലും ഈ ബാഹ്യവിഷയങ്ങളെ ആശ്രയിച്ച് കാര്യമായ സുഖം നേടിക്കളയാം എന്ന് കരുതിയില്ല. അപ്പോ മൈത്രേയി, എന്താ വേണ്ടത്? എടോ നവ അരേ സർവസ്യ കാമായ സർവം സുഖം ഭവതി. അല്ലയോ മൈത്രേയി, എല്ലാവരുടെയും സുഖത്തിനു വേണ്ടിയല്ല എല്ലാം പ്രിയപ്പെട്ട വസ്തുവായിരിക്കുന്നത്. പിന്നെയോ ആത്മനക്കാമായ, ആത്മാവിനെ തെളിച്ചനുഭവിക്കാൻ വേണ്ടിയാണ് സർവം പ്രിയം ഭവതി. എന്ത് വിഷയവും പ്രിയമായിരിക്കുന്നത് ആത്മാവിനെ മറമാറ്റി തെളിച്ചനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. എപ്പോഴാണോ അത് ആത്മസുഖം തരുന്നില്ല എന്ന് കണ്ടാൽ അത് നിസ്സാരമായി പുറന്തള്ളപ്പെടും. ഒരു കപ്പലിൽ സഞ്ചരിക്കുന്ന ആളുകൾ
അതിൽ നിറച്ചു വസ്തുവകകളാണ്. കപ്പൽ മുങ്ങാൻ തുടങ്ങിയാൽ എല്ലാം വലിച്ചു സമുദ്രത്തിലെറിയും. എന്താ? ആത്മസുഖം നഷ്ടപ്പെടുന്നു. എന്തിന്? ആത്മഹത്യ ചെയ്യുന്നത് പോലും ആത്മസുഖത്തിന് വേണ്ടിയാണ്. ഈ ജഡശരീരം അത് സുഖിപ്പിക്കുന്നില്ല. അത് പലതരം മനസ്സും ശരീരവും കൂടി പലതരം ദുഃഖങ്ങളും ഉണ്ടാക്കുന്നു. ആത്മാവ് തെളിയാൻ സമ്മതിക്കുന്നില്ല. ആത്മാവ് കൂടുതൽ കൂടുതൽ മറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഇനി ഈ ശരീരത്തെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ശരീരം ഉപേക്ഷിക്കുന്ന ആത്മഹത്യ പോലും ആത്മാവിനെ തെളിച്ചറിയാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ആത്മാവ്. ആത്മാവിനേക്കാൾ പ്രിയപ്പെട്ട വസ്തു ഈ ലോകത്ത് മറ്റൊന്നും തന്നെ ഇല്ല. അല്ലയോ മൈത്രേയി, ഈ ആത്മാവാണ് സർവപ്രിയതമമായ വസ്തു. അതുകൊണ്ട് എന്തു വേണം? അതുകൊണ്ട് ആത്മാവിന്റെ മറ നീക്കാൻ പുറമേ ഉപായങ്ങളെ അന്വേഷിച്ചതുകൊണ്ട് വലിയ പ്രയോജനമില്ല. തൽക്കാലം അല്പം ഒന്ന് മറമാറും. പത മാറ്റിയിട്ട് വെള്ളം കുടിക്കുമ്പോല നല്ല പത നിറഞ്ഞു നിൽക്കുന്നു ശുദ്ധജലത്തിന്റെ മുകളിൽ. ഒരാൾ 2 കൈയും കൊണ്ട് പത മാറ്റിയിട്ട് അല്പം വെള്ളം കോരി കുടിച്ചു. കൈ ഇങ്ങോട്ട് മാറും മുമ്പേ പത വീണ്ടും വന്ന് ആ വെള്ളത്തെ മറയ്ക്കും. ഇതുപോലെയാണ് ഈ മനസ്സ്. അല്പം പാട്ട് കേട്ടൊരു സുഖം അനുഭവിച്ചു. പാട്ട് തീർന്നപ്പോ പണ്ടത്തേക്കാൾ ദുഃഖം. അപ്പോ പാട്ട് തുടങ്ങിയ വിഷയങ്ങളെല്ലാം, പാട്ട്, കൂത്ത്, വീട്, പണം, ഭാര്യ, ഭർത്താവ്, മക്കൾ, അച്ഛൻ, ഇതൊക്കെ തന്നെയും താൽക്കാലികമായി ചിലപ്പോ ആത്മാവിന്റെ മറമാറ്റി അല്പം ആനന്ദം അനുഭവിക്കാൻ ഉപകരിച്ചു എന്ന് വരാം. പക്ഷേ അതുകൊണ്ട് മാത്രം മൈത്രേയി ജീവിതം ധന്യമാവില്ല. നീ ഒരു കാര്യം ചെയ്യൂ. നിത്യമായി മറ മാറ്റി ആത്മാവിനെ അനുഭവിക്കൂ. നിനക്കത് സാധിക്കും. നിത്യമായി. എന്താ? ആത്മാവ അരേ ശ്രോതവ്യോ മന്ദവ്യോ നിരീധ്യാസിതവ്യ. അതിനെന്താ വേണ്ടത്? ആത്മാവ അരേ ശ്രോതവ്യ. ആത്മാവിനെ കുറിച്ച് അറിവുള്ള ആളുകളിൽ നിന്നും കേൾക്കണം. ഇങ്ങനെ ആത്മാവെന്ന് പറയുന്ന ബോധസ്വരൂപമായ ഒരു വസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ എന്നിങ്ങനെ ഉണ്ട് എന്നനുഭവിക്കുന്ന ആ വസ്തു ആത്മാവ് തന്നെ. അത് ശുദ്ധ സുഖമാണ്. ഇപ്പോ ആ സുഖം അനുഭവിക്കാതിരിക്കുന്നത് രാഗദ്വേഷമറ, ഭേദചിന്ത. ഞാനിനു വേണ്ടിയാണ് മറ്റെല്ലാം പ്രിയപ്പെട്ടതായിരിക്കുന്നത്. എനിക്കേറ്റവും പ്രിയം ഞാനാണ്.